കൊല്ലം അച്ചൻകോവിൽ ആദിവാസി ഊരുകളിൽ നരക ജീവിതം നയിക്കുന്നവരെ തിരിഞ്ഞു നോക്കാതെ ST പ്രൊമോട്ടർമാർ വൈദ്യുതിയും വെള്ളവുമില്ലാതെയാണ് ആദിവാസി കുടുംബങ്ങൾ കഴിയുന്നത്. സർക്കാർ അനുവദിക്കുന്ന ഭക്ഷ്യക്കിറ്റുകളും ആദിവാസി കുടുംബങ്ങൾക്ക് ലഭിക്കുന്നില്ല. ആധാർ കാർഡ് പോലും ഇല്ലാത്ത നിരവധി പേരാണ് ആദിവാസി ഊരുകളിൽ കഴിയുന്നത്. ഇതുവരെ എനിക്കൊരു ആധാറോ ഐഡന്റിറ്റി കാർഡോ വീടോ റേഷൻ കാർഡോ ഇതുവരെ എനിക്ക് അനുവദിച്ചില്ല. ഞാൻ ഇത്ര വർഷമായിട്ട് താമസിക്കുന്ന ഈ ഷെഡിലാണ് താമസിക്കുന്നത്. ഞാനും എൻ്റെ ഭർത്താവും താമസിക്കുന്ന ഈ വീട്ടിലാണ്. പിന്നെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ ഒരു വീടുണ്ട്. അതിനകത്ത് അച്ഛനും അമ്മയും ഇളയത്തങ്ങളും താമസിച്ചുകൊണ്ടിരിക്കുക. അവിടെ ഞങ്ങൾ താമസിക്കുക ശരിയില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ ഷെഡ് മാത്രമേ ഉള്ളൂ. ഈ ഷെഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത് ഇത്ര വർഷമായിട്ട്. ഈ 10 വർഷമായിട്ട് ഇതുവരെ ഒരു വീടോ വീടിൻ്റെ ഒന്നും ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ കോലഞ്ചിയെല്ലാം തിന്നു വലിയ തെങ്ങിന് ഒരു ഇടിയും ഇടിച്ചു. ഇങ്ങാക്കരയിലുള്ള കൊച്ചു തെങ്ങിൻ്റെ ഒരു ഓല ഒടിച്ചു. അപ്പം ഇനി മനുഷ്യനെ കൊന്നാൽ പിന്നെയാണ് ഇതിനകത്ത് ഇട്ടതായിരുന്നേ. പൈപ്പ് കട്ടാക്കി ഇട്ടതും പിന്നീട് ഞാനിപ്പം തോട്ടിൽ നിന്നാണ് വെള്ളം എടുക്കുന്നത്. ഒരു കലത്തിനകത്താണ് ഞാൻ വെള്ളം കൊണ്ടുവന്ന് പിള്ളേർക്ക് കഞ്ഞിച്ച് കൊടുക്കുന്നത്. കുളിക്കുന്നതും എല്ലാം വീട് വരെ കഴുകണമെങ്കിൽ അവിടെ നിന്ന് കോരിക്കൊണ്ട് ചുമന്നു കൊണ്ടുവേണം വീട് കഴുകി ഇറക്കാനും തൂത്തുവാരി ഇടാനും എല്ലാം തോട്ടിലെ വെള്ളമാണ് ഞങ്ങൾ കുടിക്കുന്നതും ആഹാരം വെച്ച് കഴിക്കുന്നതും. അതേസമയം അച്ചൻകോവിലിൽ ആദിവാസി കുഞ്ഞുങ്ങൾ അവഗണന നേരിട്ട സംഭവത്തിൽ പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി KA തുളസി ഇടപെട്ടിട്ടുണ്ട്. ST പ്രൊമോട്ടർക്ക് വീഴ്ച പറ്റിയോ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്താൻ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശവും നൽകി. ഷമീർ അബ്ദുള്ളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഷമീർ, പ്രത്യേകിച്ച് ഈ ഒരു പകർച്ചവ്യാധിയൊക്കെ പടരുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് അവർ തോട്ടിലെ വെള്ളമാണ് കുടിക്കുന്നത് എന്നതടക്കം പറയുന്നത്. ചെറിയ കുട്ടികളടക്കം ഉള്ള ആളുകളാണ്, വലിയ ദുരിതത്തിലാണ്. എന്തുകൊണ്ടാണ് അവരെ ആരും ഇങ്ങനെ തിരിഞ്ഞു നോക്കാത്തത്? ഇതിൽ ഇനി സർക്കാരിന്റെ ഇടപെടൽ ഏതു രീതിയിൽ ഉണ്ടാകുമെന്നാണ് മന്ത്രി പറയുന്നത്? അതായത് കഴിഞ്ഞ ദിവസം മുതൽ ഇത്തരത്തിൽ അച്ചൻകോവിൽ നടക്കുന്ന ആദിവാസി കോളനികളിൽ നടക്കുന്ന ആദിവാസികളുടെ ദുരിത ജീവിതം, അതായത് മുലപ്പാൽ ലഭിക്കാതെ കുട്ടികൾക്ക് തിളപ്പിച്ചാറ്റി വെള്ളം കൊടുത്ത സംഭവം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ST പ്രൊമോട്ടർമാർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കാനാണ് ഇപ്പോൾ മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ജില്ലാ കളക്ടറോട് ഈ വിഷയത്തിൽ മന്ത്രി വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കുടുംബത്തിന്, അതായത് സിന്ധു മഞ്ജു സുനിൽ ദമ്പതികളുടെ കുടുംബത്തിന് ഉണ്ടായ ദുരവസ്ഥയിൽ അവർക്ക് എത്തരത്തിൽ കുടിശ്ശിക സംഭവിച്ചിട്ടുണ്ട്, ആ കുടിശ്ശിക അനുവദിക്കാനും ഇപ്പോൾ മന്ത്രി നിർദ്ദേശിച്ചു. ഒപ്പം തന്നെ ആദിവാസി കോളനികളിൽ നടക്കുന്ന ഇത്തരം നിരവധി ഫണ്ടുകൾ അവർക്ക് ലഭിക്കാത്ത സാഹചര്യം, വൈദ്യുതി ഇല്ലാത്ത സാഹചര്യം, ശുദ്ധജലം ലഭിക്കാത്ത സാഹചര്യം, ഇതൊക്കെ തന്നെ എങ്ങനെ സംഭവിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ തന്നെ ഒരു വിശദ റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടറോട് മന്ത്രി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. എന്തായാലും മഞ്ജു സുനിൽ ദമ്പതികളുടെ കുടുംബത്തിന് 8 മാസത്തെ കുടിശ്ശിക ഇനത്തിൽ ലഭിക്കാനുള്ളത് 16,000 രൂപയാണ്. ആ 16,000 രൂപ കൊടുക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ആ കുടുംബത്തിന് വിദഗ്ധ ചികിത്സ ലഭിക്കാനായി രാവിലെ തന്നെ പുനലൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. സ്വാതി. ശരി ഷമീർ.